ഹലോ, ഇറ്റ്സ് ശില്പ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വീക്കെൻഡ് സ്കിൻ റൊട്ടീനാണ്. അതിനാദ്യമായിട്ട് ഞാൻ ഫേസ് സ്ക്രബാണ് ഉണ്ടാക്കിയത്. അരിപ്പൊടിയും തേനും പേസ്റ്റ് രൂപത്തിലാക്കാനുള്ള ഇതിന് പാല് ഒഴിച്ചിട്ട് ആ പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. 40 സെക്കൻഡ് സ്ക്രബ് ചെയ്തു. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ഭാഗത്തെല്ലാം നല്ലപോലെ റബ്ബ് ചെയ്ത് കൊടുത്തു. ലിപ്പിൻ്റെ ഭാഗത്തും റബ്ബ് ചെയ്ത് കൊടുത്തു. നമ്മൾ മൃദുവായിട്ട് റബ്ബ് ചെയ്യുക കേട്ടോ. ഓവറായിട്ട് പ്രഷർ കൊടുത്ത് സ്കിന്നിനെ ഇറിറ്റേറ്റ് ആക്കാനും നീറ്റലുണ്ടാക്കാനും സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ മൃദുവായിട്ട് ചെയ്യുക. നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും അത് നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ ലക്കി മോൾ എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത്. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക. സൂപ്പർ പാക്കാണ്. സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആക്കി കേട്ടോ. അത് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പായ നമ്മൾ ടാൻ റിമൂവൽ പാക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ചീനച്ചട്ടിയിലിട്ട് ബ്രൗൺ നിറമാവുന്നവരെ ചൂടാക്കും. ആ മഞ്ഞൾപ്പൊടിയിലേക്ക് കുറച്ച് തേനും ഉപയോഗിച്ച് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്. കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ഞാനൊന്ന് ലക്കിമോളെ പേടിപ്പിക്കാനായിട്ടൊന്ന് നോക്കിയത്. പക്ഷേ അവളാരാ മോള്, അവൾ സുന്ദരം ചിരിയും തന്നിട്ട് ആൾ പോയി കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ആ പാക്ക് നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകി കളഞ്ഞു. ഇറ്റമ്മോ കിഡിലം പാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവൽ പാക്ക് എന്ന് തന്നെ ഇതിനെ പറയാൻ പറ്റും. നെക്സ്റ്റ് ഗ്ലോയിങ് സ്കിൻ പാക്ക് ഒരു സ്കിൻ ബ്ലീച്ച് പാക്ക് എന്ന് പറയാം. ഞാൻ ഇട്ട പേരാണ് കേട്ടോ. ഈ പാക്കിനായിട്ട് നമ്മൾ കടലമാവും തൈരും കൂടെ പേസ്റ്റ് രൂപത്തിലാക്കി മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പാക്ക് ഡ്രൈ ആകുന്നവരെ എന്ന് വെച്ചാൽ ഓവറായിട്ട് ഡ്രൈ ആകരുത്, കുറച്ച് ഡ്രൈ ആകുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് വല്ല വീട്ടിലെ പണിയുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ട് അത് തുണിയെല്ലാം മടക്കി വെച്ചു. അധികം ഓവറായിട്ട് ഡ്രൈ ആവാൻ നോക്കുക. എന്നിട്ട് നോർമൽ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. സൂപ്പറാണ്, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര റീഫ്രഷിങ് തോന്നും. എൻ്റെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ഭംഗിയുണ്ട്, റീഫ്രഷിങ് തോന്നുന്നു. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറി, ടാന് മാറി. എനിക്കറിയില്ല, എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ക്രീമും ലിപ് ബാമും കൂടെ ഇട്ടിട്ട് നമ്മൾ റൊട്ടീൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്നെപ്പോലെ ഡെയിലി സ്കിൻ റൊട്ടീൻ മടിയുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ റൊട്ടീനാണ് കേട്ടോ ഇത്. എനിക്കിനി ഒരാഴ്ചത്തേക്ക് ഇത് തന്നെ മതിയാവും. അപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്താലും നെക്കിൽ കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഫേസും നെക്കും കൂടെ രണ്ട് നിറമായിട്ട് ഇരിക്കരുത്, നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ ഫേസിലെ സ്കിന്ന് വളരെ സോഫ്റ്റ് ആയിട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.